This news is brought to you by ARX Travel and Holidays, City Square Building, ചെറുപുഴ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സുവർണ ജൂബിലി 2026ന്റെയും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെയും ഭാഗമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റിലെ വനിതാ സംരംഭകരെ ആദരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. റിട്ടയർഡ് കേണൽ മേരി PM ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ജനറൽ സെക്രട്ടറി ജോൺസൺ C. പടിഞ്ഞാത്ത്, വനിതാ വിംഗ് മേഖലാ ജനറൽ സെക്രട്ടറി ബിന്ദു ജേക്കബ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാജേഷ് TV സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നിയാസ് K. നന്ദിയും രേഖപ്പെടുത്തി. വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ വനിതാ അംഗങ്ങൾക്കും പ്രത്യേക ഉപഹാരങ്ങൾ നൽകി. കൂടാതെ ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലോകത്തിലെ പല ഇടങ്ങളിലും വനിതകളെ ഇങ്ങനെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലത്തും നടന്നു കഴിഞ്ഞു. നമ്മുടെ അവധി ദിനമായ ഇന്നേക്ക് നമ്മൾ മാറ്റിവെച്ച ഒരു പരിപാടിയായിരുന്നു. ഈ പരിപാടി നമ്മൾ ആലോചിച്ച സമയത്ത് തന്നെ ചെറുപുഴയിലെ ഈ മേഖലകളിലെ വിവിധ സംരംഭകരായ വനിതകളെ ആദരിക്കണമെന്ന ഒരു ആലോചന വന്നപ്പോൾ നമുക്ക് അധികം ആലോചിക്കേണ്ടി വന്നത് നമ്മുടെ മെമ്പർമാരായ സംരംഭകരുടെ ധാരാളോടൊപ്പം നമുക്ക് പുറത്തുള്ള ഒരാളെ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന പൊതു വികാരമാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ പരിപാടി എത്തിച്ചേർന്ന എല്ലാത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തും ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുക. വനിതകൾക്ക് ഇങ്ങനെ ഒരു ദിനം അനുവദിച്ച് കിട്ടിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് തന്നെയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കണമെന്ന് പല ഭാഗത്തു നിന്നുള്ള ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള രാഷ്ട്ര നേതാക്കളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതിനുശേഷം അത് ഐക്യരാഷ്ട്ര സംഘം അംഗീകരിക്കുകയും മാർച്ച് 8 ലോകവ്യാപകമായിട്ട് വനിതാ ദിനമായിട്ട് ആചരിക്കാമെന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. വനിതകളെ ആദരിക്കേണ്ടത് എവിടെ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ളവരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലുമുള്ള വനിതകൾ അംഗീകാരത്തിനും അർഹരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് വ്യാപാര മേഖലയിലുള്ള വനിതകളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്ന് തോന്നുകയാണ്. കാരണം മറ്റേതൊരു ജോലിയായാലും ജോലി കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകാം, ഓഫീസിൽ നിന്ന് ഇറങ്ങാം. മാഡത്തിനൊന്നും അങ്ങനെ പറ്റി ആഘോഷിക്കാവുന്ന വ്യക്തി അത് മാർച്ച് 8 എന്നുള്ളത് മാർച്ച് 9 പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നതാണ് എന്തിനാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ദിവസം വനിതാ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്നതാണ് എന്തിനാണ് എന്ന്. അതിന് കാരണമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, അസമത്വം എല്ലാം നേരിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം ആവശ്യമാണ്. അതിനുവേണ്ടി മാർച്ച് 8-ാം തീയതി വനിതാ ദിനമായി നമ്മൾ ആചരിക്കുന്നു. പിന്നെ 2026ന്റെ വനിതാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഗീവ് ടു ഗെയിൻ, അതായത് നൽകിക്കൊണ്ട് നേട്ടമുണ്ടാക്കുക എന്നതാണ്. 1975 ഐക്യരാഷ്ട്ര സംഘടന വനിതാ ദിനം മാർച്ച് 8 പ്രഖ്യാപിക്കപ്പെട്ടു. എങ്കിലും അതിന് അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രമുണ്ട് വനിതാ ദിനത്തിന്. ഇത് നമ്മൾ എങ്ങനെ നേടിയെടുത്തു എന്ന് നമുക്കറിയില്ല. 1857 ന്യൂയോർക്കിലെ തുണിമില്ലിൽ വർക്ക് ചെയ്യുന്ന വനിതാ തൊഴിലാളികൾ അവരുടെ അവകാശം സംരക്ഷിക്കുവാനും അവരുടെ തുല്യവേതനം കിട്ടുന്നതിനും വോട്ടവകാശത്തിനും വേണ്ടി അവർ സമരം ചെയ്തു. ആ സമരമാണ് ഈ വനിതാ ദിനത്തിന് തുടക്കമായത്. പിന്നെ ഒരു സമുദായത്തിന്റെ ഉയർച്ച നമ്മൾ എങ്ങനെയാണ് അളക്കേണ്ടത്? ഒരു സമുദായത്തിന്റെ ഉയർച്ച അളക്കേണ്ടത് ആ സമുദായത്തിന്റെ കൂറ്റൻ ബിൽഡിങ്ങുകളും അടിസ്ഥാന സൗകര്യങ്ങളും വലിപ്പമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മാത്രമല്ല, ആ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീ എത്രമാത്രം ഉയർന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്.
ആ സമൂഹത്തിൽ സ്ത്രീ ജീവിക്കുന്ന സ്ത്രീ സാമൂഹികമായും സാമ്പത്തികമായും തൊഴിലധിഷ്ഠിതമായും അവൾ ഉയർന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫാഷൻ ലോകത്തെ പുതുപുത്തൻ ട്രെൻഡുകൾ ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ വർണ്ണാഭമാക്കാം. സ്ത്രീകൾക്കായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഇനി ഒരിടത്ത്. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. അത്യാകർഷകമായ സാരികൾ, ലേറ്റസ്റ്റ് കോട്ട് സെറ്റുകൾ, മാക്സികൾ തുടങ്ങി എല്ലാവിധ ലേഡീസ് ഐറ്റംസുകളും മിതമായ വിലയിൽ. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നി നൽകാൻ ഞങ്ങളുടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്ററും തയ്യാർ. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ, മിതമായ വില, പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വൻ ശേഖരം. കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. ഫോൺ 9961 451671.